നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനമുയർത്തി പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഗുരുതര പരിക്കേറ്റു. സേലം ഡിവിഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചേർപ്പ് സ്വദേശി അഭിജിത്തിനാണ് പരിക്കേറ്റത്. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന ആരോപണം. അംഗങ്ങൾ സ്വമേധയാ രാജിവെച്ചതാണെന്ന് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്താൻ ഉപയോഗിച്ച രാസമാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യും. തീരുമാനം RDO വിളിച്ചു ചേർത്ത യോഗത്തിൽ. മാലിന്യം ഉടൻ നീക്കിയില്ലെങ്കിൽ കരാറുകാരുടെ വാഹനം കസ്റ്റഡിയിലെടുക്കും. കൊടുങ്ങല്ലൂർ നഗരത്തിലെ കരിശാകുളം ശോചനീയാവസ്ഥയിൽ. കുളവാഴകൾ ചീഞ്ഞ് വെള്ളം മലിനമായി. വാർത്തകൾ വിശദമായി. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനമുയർത്തി പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് വ്യക്തമാക്കി. കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ രൂക്ഷ വിമർശനത്തോടെയാണ് പൊതുചർച്ച ആരംഭിച്ചത്. എന്നാൽ പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും വ്യാപാരി സമൂഹം കോർപ്പറേഷനുമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നുമായിരുന്നു ഡെപ്യൂട്ടി മേയർ A. പ്രസാദിന്റെ നിലപാട്. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടിയെടുക്കുമെന്നും മേയർ വിശദീകരിച്ചു. വന്ദേ മാതരത്തോട് കോർപ്പറേഷൻ അനാദരവ് കാണിച്ചെന്ന് BJP ആരോപിച്ചു. മേയറും ഡെപ്യൂട്ടി മേയറും അക്കാര്യത്തിൽ മാപ്പ് പറയണമെന്ന് BJP അംഗം രഘുനാഥ് C. മേനോൻ ആവശ്യപ്പെട്ടു. കോടികൾ മുടക്കി കൊണ്ടുവന്ന പോർട്ട് ഹോൾ മെഷീൻ ഉണ്ടായിട്ടും നഗരത്തിലെ റോഡുകളിൽ കുഴികൾ നിറഞ്ഞതിൽ പരിഹാരം ആവശ്യപ്പെട്ട് കക്ഷിഭേദമന്യേ കൌൺസിലർമാർ രംഗത്തെത്തി. നഗരത്തിൽ ഓണക്കാലത്തെ വൈദ്യുതി തടസ്സം, ഹരിതകർമ്മ സേനാ വിഷയം, ബയോബിൻ വിതരണത്തിലെ അനാസ്ഥ, സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൽ വൈദ്യുതി വിഭാഗത്തിന്റെ നിസ്സഹകരണം, കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൌൺസിലർമാർ ഉന്നയിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത 3 ലക്ഷം രൂപ വീതം കൈമാറിയതിൽ ആഹ്ലാദ സൂചകമായി പുലിമുഖങ്ങൾ അണിഞ്ഞ് കൌൺസിലിൽ പങ്കെടുത്ത BJP അംഗങ്ങൾ മധുര വിതരണവും നടത്തി. TCV തൃശൂർ. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഗുരുതര പരിക്കേറ്റു. സേലം ഡിവിഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചേർപ്പ് സ്വദേശി അഭിജിത്തിനാണ് നട്ടെല്ലിന് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഫയർ സ്റ്റേഷൻ റോഡിലെ ഭാര്യ വീടിന് സമീപമായിരുന്നു സംഭവം. ഓൺലൈൻ ഡെലിവറി ബോയിയെ കാത്ത് റോഡിൽ നിൽക്കുകയായിരുന്ന അഭിജിത്തിനെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ ആക്രമിക്കാനെത്തുകയായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഇയാൾക്ക് വീണ് പരിക്കേറ്റു. നട്ടെല്ലിന് ക്ഷതമേറ്റ അഭിജിത്ത് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ ഇന്നലെ വൈകിട്ട് ഫുഡ് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 7-8 പട്ടികൾ വന്നു. അതിലൊരു 3 പട്ടികളാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അപ്പൊ ഞാൻ ആദ്യം അവർ സ്ലോ ആയിരുന്നു, ഞാൻ സ്ലോ ആയിരുന്നു. പിന്നിലേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ അവർ ഫാസ്റ്റാക്കി കുരയും തുടങ്ങി. അപ്പൊ ഞാനും ഫാസ്റ്റാക്കി ബാക്കിലോട്ടാണ് ഞാൻ ഓടിയത്. അപ്പൊ കാലും തെറ്റി ഈ ബാക്ക് ഇടിച്ച് വീണു. അതാണ് ഉണ്ടായത്. അവരപ്പോ പൊതുവെ ശല്യം കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ തലേ ദിവസം ആരെയോ കടിച്ചു എന്നൊക്കെ കേട്ടു. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനത്തിനിടെയായിരുന്നു പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനത്തിനിടയിലാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തിയത്. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ കൂടിയാലോചനകളില്ലാതെ ഏകാധിപത്യ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് 13 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 7 പേർ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡയറക്ടർമാരായ മനോജ് പൂവത്തിങ്കൽ, മാക്കൂത്ത് ഗോവിന്ദൻ
ശിവൻകുട്ടി എന്നിവർ രാജിവെച്ചതായി മിനിറ്റ്സിൽ കൃത്രിമമായി രേഖപ്പെടുത്തി ഇവരെ ബോർഡിൽ നിന്നും പുറത്താക്കിയതായും ആരോപണമുണ്ട്. 7 വർഷമായി ജോലി ചെയ്യുന്ന ബാങ്ക് വാഹനത്തിന്റെ ഡ്രൈവർ മനോജിനെ കാരണമില്ലാതെ പിരിച്ചുവിട്ടതായും പറയുന്നു. പ്രസിഡന്റിന് ഒട്ടും ഭൂരിപക്ഷമില്ലാത്ത ഒരു പ്രസിഡന്റാണ് വേലൂര് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുക മാത്രമല്ല, ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിൽ ഉള്ളതുമാണ്. ഡ്രൈവർ മനോജും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചതായും പ്രതിഷേധക്കാർ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പ്രതിഷേധക്കാർ ഉയർത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് ഭീമമായ കുടിശ്ശിക വരുത്തിയ 2 മെമ്പർമാർ സഹകരണ നിയമപ്രകാരം അയോഗ്യരാണ്. അതുപ്രകാരം ഇവർ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഇവർ ഒപ്പുവച്ചിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം രാജി പിൻവലിക്കുകയാണെന്ന് ഇവർ അറിയിച്ചിരുന്നെങ്കിലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിനാൽ തീരുമാനം മാറ്റാൻ നിയമപ്രകാരം കഴിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതെന്ന് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. ബാങ്ക് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർ തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനകളിൽ മുഖ്യ പങ്കാളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജി മിനിറ്റ്സിൽ എഴുതുകയും രാജി അംഗീകരിക്കുകയും ചെയ്തത് പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവര് എനിക്കെതിരെ അവിശ്വാസം കൊടുക്കുകയാണ് ഉണ്ടായത്. അവിശ്വാസം കൊടുത്ത് അത് കേരള ഹൈക്കോടതിയിലെ പരിഗണനയിൽ നിലനിൽക്കുകയാണ്. ഈ വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മനോജ് ഈ ഭരണസമിതിയിലെ അവിശ്വാസത്തിന് എല്ലാവരുടെ പിന്തുണയും ഈ ബാങ്കിനെ എങ്ങനെ മോശപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡ്രൈവറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് അയാളെ നിർബന്ധമായി ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി. ഇടവേള. ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, ദ സിഗ്നേച്ചർ ഓഫ് ഗോൾഡ്. Elista Golden Diamonds, Pallikkulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലമെന്റ്സ് നേച്ചർ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents
in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്താൻ ഉപയോഗിച്ച രാസമാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യും. RDO വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ഭൂവുടമകളും ഏജന്റുമാരും അവരുടെ ചെലവിൽ രാസമാലിന്യം കലർന്ന മണ്ണ് കൊണ്ടുവന്ന ഇടത്തേക്ക് തന്നെ കൊണ്ടുപോകണം. മാലിന്യം വൈകാതെ നീക്കിയില്ലെങ്കിൽ കരാറുകാരുടെ വാഹനം കസ്റ്റഡിയിലെടുക്കും. മാലിന്യം എത്തിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കുമെതിരെ കേസെടുക്കും. രാസമാലിന്യം കലർന്ന ജലസ്രോതസ്സുകൾ പരിശോധിക്കുകയും അവലോകനം നടത്തുകയും ചെയ്യും. മറ്റിടങ്ങളിൽ രാസമാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സുപ്രീം എയർ പ്രോഡക്റ്റ് എന്ന സ്വകാര്യ സ്ഥാപനത്തിനാണ് മാലിന്യം നീക്കാൻ കരാർ നൽകിയിട്ടുള്ളതെന്നും ഹൈവേ നിർമ്മാണത്തിന് മാത്രമേ രാസമാലിന്യം ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയോടെയാണ് കരാർ നടപ്പിലാക്കിയതെന്നും ബിനാനി സിംഗ് കമ്പനി പ്രതിനിധി യോഗത്തെ അറിയിച്ചു. രാസമാലിന്യ പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. എറിയാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ KK വത്സരാജ് MLA അധ്യക്ഷത വഹിച്ചു. RDO PP ഷിബു, പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് സാറാബി ഉമ്മർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരത്തിലെ കരിശാംകുളം ശോചനീയാവസ്ഥയിൽ. കുളവാഴകൾ ചീഞ്ഞ് വെള്ളം മലിനമായി. ദൂരക്കാഴ്ചയിൽ വിശാലമായ പുൽമൈതാനമാണെന്ന് കരുതിയാൽ തെറ്റി. ഇത് ജലസമൃദ്ധമായ കുളമാണ്. മുൻപ് പരിസരവാസികൾ യഥേഷ്ടം ഉപയോഗിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നഗരസഭ നവീകരിച്ച കുളത്തിന്റെ അവസ്ഥ അത്യന്തം ശോചനീയമാണ്. സൂചികുത്താനിടമില്ലാത്ത വിധം കുളവാഴ നിറഞ്ഞിരിക്കുകയാണ്. കുറച്ചുകാലമായി കുളത്തിന്റെ അവസ്ഥ ഇതാണ്. കുളവാഴ ചീഞ്ഞഴുകുന്നതോടെ കുളത്തിലെ വെള്ളം മലിനമാകും. അതോടെ പരിസരങ്ങളിലെ കിണറുകളിലെയും കുഴൽ കിണറുകളിലെയും കുടിവെള്ളത്തിലും മാലിന്യം കലരും. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ച് ഒരു സത്വര നടപടികൾ സ്വീകരിക്കണം. കാരണം ഈ പ്രദേശവാസികൾക്ക് കുളിക്കാനും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ഇതിൽ തന്നെ ഒരു ബോർവെല്ല് കുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ശുദ്ധജലം ഈ നഗരസഭയിൽ എല്ലായിടത്തും കിട്ടും. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ദളവാക്കളും ഉണ്ട്. അതും ഇതുപോലെ തന്നെ നവീകരിച്ച് ശുദ്ധീകരിച്ച് ഒരു ശുദ്ധജല തടാകം പോലെ ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുളം ശുചീകരിക്കുന്നതിനോടൊപ്പം വലിയ കുഴൽക്കിണർ താഴ്ത്തി പ്രാദേശിക ജലവിതരണ പദ്ധതി ആരംഭിച്ചാൽ അതേറെ ഗുണകരമായിരിക്കും. ചെറിയ രൂപമാറ്റങ്ങളോടെ കുളത്തിന്റെ പരിസരത്ത് പ്രഭാത വ്യായാമത്തിനും സായാഹ്ന വിനോദങ്ങൾക്കും സൗകര്യമൊരുക്കുകയും ചെയ്യാം. നഗരസഭയോ സ്ഥലം MLAയോ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഇല്ലം നിറയ്ക്ക് ആവശ്യമായ 1000-ലധികം നെൽക്കതിർക്കറ്റകൾ തിങ്കളാഴ്ച ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചിരുന്നു. അടിയന്തര പ്രവർത്തിക്കാരായ 10 വാര്യന്മാർ രാവിലെ കിഴക്കേ ഗോപുരത്തിന് മുൻവശം ശുദ്ധമാക്കിയ ശേഷം അരിമാവണിഞ്ഞ് വലിയ നാക്കിലകൾ സമർപ്പിച്ചു. തുടർന്ന് അഴീക്കൽ, മനയം എന്നീ പാരമ്പര്യ അവകാശ കുടുംബങ്ങളിലെ അംഗങ്ങൾ കതിർക്കറ്റകൾ തലച്ചുമടായി കൊണ്ടുവന്ന് 3 തവണ വലം വെച്ച ശേഷം നാക്കിലയിൽ സമർപ്പിച്ചു. കീഴ്ശാന്തി കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം കീഴ്ശാന്തി കീഴേടം വാസുദേവൻ നമ്പൂതിരി ഉണങ്ങലരിയിട്ട ഓട്ടൂരുളിയിൽ ആദ്യ കതിർക്കറ്റകൾ വെച്ച് തലയിലേറ്റി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഇദ്ദേഹത്തിന് പിന്നാലെ 13 കീഴ്ശാന്തി കുടുംബങ്ങളിലെ 60ഓളം കീഴ്ശാന്തി നമ്പൂതിരിമാരും കതിർക്കറ്റകളുമായി അനുഗമിച്ചു. ഗുരുവായൂരപ്പന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാൻ ദർശിക്കാൻ തക്കവിധം കതിർക്കറ്റകൾ സമർപ്പിച്ചു. ആല്, മാവ്, പ്ലാവ്, അല്ലി, ഇല്ലി, ഒടിച്ചുകുത്തി, ദശപുഷ്പം തുടങ്ങിയ നിറക്കോപ്പുകളുമായി അലങ്കാരമൊരുക്കി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മീനാരായണ പൂജ നടത്തി. ഇതിനുശേഷം ചൈതന്യവത്തായ കതിർ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തിയതോടെ ഇല്ലം നിറ ചടങ്ങ് പൂർത്തിയായി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി 30-ന് നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ചോതി നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. അമ്പാടി കൂട്ടായ്മയാണ് 10 അടിയോളം നീളമുള്ള ഉണ്ണിക്കണ്ണന്റെ പൂക്കളം തീർത്തത്. ഇല്ലം നിറയായതിനാൽ ശംഖ് പിടിച്ച ഉണ്ണിക്കണ്ണനെയാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയത്. കുരുത്തോല കലാകാരനായ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് പൂക്കളം തയ്യാറാക്കിയത്. അമ്പാടി കൂട്ടായ്മ ഭാരവാഹികളായ KP ഉദയൻ, കണ്ണൻ പന്തായിൽ, സുരേഷ് നായർ പാലിയത്ത്, ബാബുരാജ് ഗുരുവായൂർ, മെൽവിൻ കൊമ്പൻ, നന്ദൻ തൂവാര, T മിന്നു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം 23, 30, സെപ്റ്റംബർ 13 തീയതികളിൽ വിവാഹ തിരക്ക് പരിഗണിച്ച് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഈ ദിവസങ്ങളിൽ പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ നടത്തും.
താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കും. ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമേ മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയന പ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ചിമ്മിനി ഡാമിലെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി. കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് 10 മുതൽ 12 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയിൽ ഇറങ്ങുന്നതിനും മത്സ്യബന്ധനത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. വെള്ളറക്കാട് മണ്ണാൻകുന്നിൽ ക്വാറിയിൽ വീണ് വയോധിക മരിച്ചു. തെക്കൂട്ടുവളപ്പിൽ 75 വയസ്സുള്ള കാളിക്കുട്ടിയാണ് മരിച്ചത്. നാട്ടുകാരാണ് കാളിക്കുട്ടിയെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കരിങ്കൽ ക്വാറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. വർഷങ്ങളായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ക്വാറി നാട്ടുകാർ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും ഉപയോഗിക്കുന്നതാണ്. ക്വാറിയിൽ കുളിക്കാൻ പോകാറുള്ള കാളിക്കുട്ടി തലകറങ്ങി വീണതാകാമെന്ന് കരുതുന്നു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ഞായറാഴ്ച രാത്രി KSEBയുടെ വാടാനപ്പള്ളി ഓഫീസിലെത്തി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. രാത്രി 11:30 KSEB ഓഫീസിലെത്തിയ വാടാനപ്പള്ളി സ്വദേശി നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും കയ്യിലെ മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതായാണ് പരാതി. ഇത് സംബന്ധിച്ച് വാടാനപ്പള്ളി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSEB ജീവനക്കാർ വാടാനപ്പള്ളി സെന്ററിൽ സമരം നടത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. KSEB INTUC യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആൻഡോ അധ്യക്ഷനായി. രഞ്ജിത്ത്, K. മനോജ്, ബിജു, KS രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് വഴി അനധികൃതമായി സ്വകാര്യ വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ അനുമതി നൽകിയ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് വാർഡംഗം ഫ്രിജോ വടക്കൂട്ട് പരാതി നൽകി. 15ാം വാർഡിൽ ഉൾപ്പെടുന്ന മുട്ടിക്കൽ കറക്കിടത്തുകാവ് റോഡിന്റെ കിഴക്ക് വശത്ത് പുഴയിലേക്കുള്ള 12 അടിയിലധികം വീതിയുള്ള റോഡ് സ്വകാര്യ വ്യക്തി കയ്യേറിയെന്നാണ് ആരോപണം. പ്രദേശത്തുള്ള കർഷകരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇതുമൂലം തടസ്സപ്പെട്ടതായി ഫ്രിജോ വടക്കൂട്ട് പറയുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, നിലവിലെ പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനമാണ് കയ്യേറ്റത്തിന് വഴിവെച്ചതെന്നും ഫ്രിജോ ആരോപിച്ചു. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു ടാറിട്ട റോഡ് അതേപോലെ നേരെ പിന്നിൽ നോക്കി ആ റോഡ് അങ്ങനെ നമുക്ക് നേരെ ഒരു 100 മീറ്റർ ബാക്കിൽ കാണുന്നത് പുഴയാണ്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അത് കൃഷി സ്ഥലമായിട്ട് മാത്രമാണ് കാണുന്നത്. ഈ ബാക്കിലോട്ട് ഏകദേശം 12 അടി വീതിയിലൊരു വഴി ഉണ്ടായിരുന്നു, പുഴയിലേക്കുള്ള വഴി. അതിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ അടുത്തുള്ള സ്ഥലത്തിൻ്റെ ആൾക്കാർ കൈവശം വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ചിത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വഴിയാണത്. അവർക്ക് നെൽവിത്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ വളം കൊണ്ടുപോകാനും ഒക്കെ ആവശ്യമുള്ളൊരു വഴിയായിരുന്നു. ഇപ്പം ആ വഴി തന്നെ അവിടെ കാണുന്നില്ല, എല്ലാം കൃഷി സ്ഥലമായിട്ട് നമുക്ക് മനസ്സിലാവാം. അവണൂർ കാരൂരിൽ ജനജീവിതത്തിന് ഭീഷണിയായി പ്രവർത്തിക്കുന്ന സെബ്രോ ഇൻഡസ്ട്രീസ് എന്ന പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിക്കെതിരെ തങ്ങാലൂർ നിത്യസഹായ മാതാ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ സലീഷ് അറങ്ങാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആശാൻപടി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗത്തിന് ഇടവക കൈക്കാരനും സമരസമിതി കൺവീനറുമായ അരുൺ കണ്ണനാക്കൽ അധ്യക്ഷത വഹിച്ചു. ഡാനിയൽ ജോസഫ്, ഡോക്ടർ ഡെയ്സൺ പാണയങ്കാടൻ, റോണി അഗസ്റ്റിൻ, ജിഷാദ് ജോസ്, വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങൾക്ക് മാറാവാദികൾ വരത്തക്ക രീതിയിലും ആവശ്യമെന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കാണിക്കുന്ന മനുഷ്യകുലം കാണിക്കുന്ന ശരികളിൽ ശരികേടുകളെ നിയമവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വരുന്നു. എരുമപ്പെട്ടിയിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. പാഴിയോട്ടുമുറി സ്വദേശി കൊട്ടിലങ്ങൽ വീട്ടിൽ 40 വയസ്സുള്ള ഡാനിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപകടത്തിൽപ്പെട്ടയാളെ കൊണ്ടുപോയിരുന്ന ആംബുലൻസ് കാനാണി സെന്ററിലെ ഗതാഗത കുരുക്കിൽ ദീർഘനേരം കുടുങ്ങി. വാടാനപ്പള്ളി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസാണ് ഗതാഗത കുരുക്കിൽ അകപ്പെട്ടത്. അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണങ്ങളും റോഡിന്റെ വീതി കുറവുമാണ്
കാനാണിയിൽ ഗതാഗത കുരുക്കിനിടയാക്കുന്നത്. കാനാണി സെന്ററിൽ ബ്ലിങ്കിംഗ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം പൊതുമരാമത്ത് വകുപ്പ് പരിഗണിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. പ്രശ്നത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ അതിപ്രസരം ഉള്ളതുകൊണ്ട് ഒരു സിഗ്നല് ബ്ലിങ്കിംഗ് ലൈറ്റ് പ്രകാരം അവിടെ സ്ഥാപിച്ചാൽ മാത്രമാണ് ഒരു സ്ലോ ഉണ്ടാവുള്ളൂ. ആ സ്ലോ ഉണ്ടാകുന്നത് വഴി സെൻട്രൽ ട്രാഫിക് സിസ്റ്റം കൊണ്ടുവരണം. അതുവഴി ട്രാഫിക് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ഒരു നിയന്ത്രണം വരും. അത്യന്ന നിലയിൽ ഒരു ആംബുലൻസ് പോലും അതിൽ വന്നു കഴിഞ്ഞാൽ ദീർഘനേരം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അവർ ജീവന് വരെ അപകടാവസ്ഥ വരുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ സെന്ററിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ കൂറ്റൻ ലോറി റോഡിൽ കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പാട് കുണ്ടോളിക്കടവിൽ സ്വകാര്യ വ്യക്തിക്കായി വീട് നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ ലോറി തിരിക്കുന്നതിനിടെ ഇടവഴിയിൽ താഴ്ന്ന് കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ഇതര സംസ്ഥാനത്തു നിന്ന് ടൈലുകളുമായി എത്തിയ ലോറിയാണ് മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ചാലക്കുടിയിൽ നടന്ന റെയ്ഡിൽ 5 ലിറ്റർ വാറ്റുചാരായവുമായി ഒരാൾ അറസ്റ്റിൽ. ചായപ്പൻകുഴി, ചൂളക്കടവ്, പാണപ്പറമ്പിൽ ശിവദാസനെയാണ് തൃശൂർ സ്പെഷ്യൽ എക്സൈസ് സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശനകുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, ജെയ്സൺ, ജോസ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് വിഭാഗത്തിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്റലിജന്റ് ടെക്നോളജീസ് ഫോർ ടുമോറോ എന്ന പേരിൽ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചു. കൃത്രിമ ബുദ്ധിയും ബുദ്ധിപരമായ സാങ്കേതിക വിദ്യകളും ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന ചർച്ചകൾക്ക് സമ്മേളനം വേദിയായി. IIT മദ്രാസ് ഫാക്കൽറ്റി അംഗം ഡോക്ടർ P. ദീപക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ J. ബിൻസി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ 300-ലധികം പേർ പങ്കെടുത്തു. രാജ്യാന്തര പരിസ്ഥിതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണലും തൃശൂർ കോപ്പറേറ്റീവ് കോളേജും സംയുക്തമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ നാട്ടുപൂക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാടൻ പൂച്ചെടികളെ സംരക്ഷിക്കുവാനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും ജൈവ വൈവിധ്യം നിലനിർത്താനും ലക്ഷ്യമിട്ടായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഓയിസ്ക ഇന്റർനാഷണൽ തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ K. രജിതൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം രമാദേവി, കോപ്പറേറ്റീവ് കോളേജ്
NIAFI കോർഡിനേറ്റർ വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സുവിധം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണസംഗമം സംഘടിപ്പിച്ചു. ACP M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുവിധം പ്രസിഡന്റ് PK സരസ്വതിയമ്മ അധ്യക്ഷത വഹിച്ചു. 100ഓളം അമ്മമാർക്ക് 500 രൂപ പെൻഷൻ, 500 രൂപ ചികിത്സാ സഹായം എന്നിവ നൽകി. പ്രവാസി വ്യവസായി ഷിബിൽ ഹസൻ പെൻഷൻ വിതരണം നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, OKR മണികണ്ഠൻ, സീമ നീലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ വിശുദ്ധ എവുപ്രാസമ്മയുടെ തിരുനാൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തിരുനാളിന്റെ ഭാഗമായി 50,000 നേർച്ച പാക്കറ്റുകളാണ് തയ്യാറാക്കുന്നത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി, സെക്രട്ടറി സിസ്റ്റർ റാണി ജോർജ്, ജനറൽ കൺവീനർ ടാജ് ആന്റണി, ഡിവിഷൻ കൌൺസിലർ പോളി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 20 മുതൽ 29 വരെയാണ് തിരുനാൾ ആഘോഷം. മാള സോഷ്യൽ ഫോറം സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ചസിന്റെ വാർഷികവും ഓണാഘോഷവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷനായി. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ജില്ലാ കോർഡിനേറ്റർ PN നജീബ്, KC വർഗീസ്, ക്ലിഫി കളപ്പറമ്പത്ത്, രേഖ ഷാൻഡി, സിന്ധു പ്രേംലാൽ, ഗിരീഷ് മൂത്തേടത്ത് എന്നിവർ സംസാരിച്ചു. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് മാത്തമാറ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസസ് വിഭാഗവും മാധവ ഗണിത കേന്ദ്രവും സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവും ചേർന്ന് കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദിവസം കലാനിലയം സൂപ്രണ്ട് ഡോക്ടർ മുരളി പുറനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. പ്രിയേഷ് കുമാർ, അഷ്റഫ് ചെമ്മാപ്പിള്ളി, ഡോക്ടർ KV എൽദോസ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയിൽ നിന്ന് കളഞ്ഞുകിട്ടിയ പണം ഉടമയ്ക്ക് നൽകി 6ാം ക്ലാസ്സുകാരി മാതൃകയായി. തൃക്കൂർ ആലങ്ങാട് കിഴക്കോടൻ സജീവന്റെ മകൾ അപർണയ്ക്കാണ് പണം കളഞ്ഞുകിട്ടിയത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെ ഭരത ചെമ്മങ്കണ്ടം റോഡിൽ നിന്നാണ് പണം കിട്ടിയത്. വീട്ടിലെത്തിയ അപർണ അമ്മയ്ക്ക് പണം നൽകുകയായിരുന്നു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ സംഗീത വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിവരം പങ്കുവച്ചതോടെയാണ് ഉടമയെ കണ്ടെത്തിയത്. പണം നഷ്ടപ്പെട്ട തൃക്കൂർ സ്വദേശി എഡ്വിൻ അപർണയുടെ വീട്ടിലെത്തി പണം ഏറ്റുവാങ്ങി. കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിൽ കളംപാട്ട് ശില്പശാല സംഘടിപ്പിച്ചു. കളംപാട്ട് കലാകാരൻ കടന്നമണ്ണ ശ്രീനിവാസൻ നേതൃത്വം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KS രജിത്ത് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മലയാളം വകുപ്പ് മേധാവി ഡോക്ടർ MR രാജേഷ്, ഡോക്ടർ PR രമ്യ, ഡോക്ടർ S ഗിരീഷ് കുമാർ, റംലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുനമുച്ചി പൌരസമിതിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. കുനമുച്ചി ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറൂക്കി ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീവ്, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, വാർഡ് മെമ്പർ വിനു ജോൺസൺ, സിസ്റ്റർ സരള, കുനമുച്ചി പൌരസമിതി സെക്രട്ടറി മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്ത് 5ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കും ആശാ വർക്കർക്കും അങ്കണവാടി വർക്കർമാർക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ് ഓണക്കോടി സമ്മാനിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ PC മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, MV വിമൽകുമാർ, ET സോജൻ, KS ദിവാകരൻ, സുധി ആലക്കൽ, റസൽ നാട്ടിക, CR രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിൽ വിവിധ സർക്കാർ ഓഫീസുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനം. AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ നിലവിലെ സ്ഥിതി ചർച്ച ചെയ്തു. വിവിധ വകുപ്പ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു.
ഗുരുവായൂർ GUP സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവും നടന്നു. PTA പ്രസിഡന്റ് ബൈജു C. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ബിനോയ് T. മോഹൻ, അധ്യാപിക K. ബിന്ദു, MPTA പ്രസിഡന്റ് തസ്നി നിസാർ, PTA വൈസ് പ്രസിഡന്റ് അനിത അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്ന് എരുമപ്പെട്ടിയിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. പാഴിയോട്ടുമുറി സ്വദേശി കൊട്ടിലങ്ങൽ വീട്ടിൽ 40 വയസ്സുള്ള ഡാനിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചിറ്റലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴുമുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായിരുന്നു. ഗജവീരൻ ചിറക്കൽ ഗണേശനാണ് ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയത്. ക്ഷേത്രം രക്ഷാധികാരികളായ V. ചന്ദ്രശേഖര മേനോൻ, ചിറക്കൽ നാരായണൻകുട്ടി, പുഴയ്ക്കൽ വിശ്വനാഥൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് നടീൽ ഉത്സവം നടത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് PK പ്രഭാകരൻ അധ്യക്ഷനായി. പടവ് സെക്രട്ടറി ജെൻസൺ, ജോയിന്റ് സെക്രട്ടറി നരേന്ദ്രനാഥൻ, കൃഷി ഓഫീസർ സ്വാതി സാബു, ജനപ്രതിനിധികളായ രാധാകൃഷ്ണൻ നെട്ടയിൽ, ദിലീഷ് കൊട്ടിലിക്കൽ, ഓമന അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,290 രൂപ, പവന് 1,14,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനം ഉയർത്തി പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഗുരുതര പരിക്കേറ്റു. സേലം ഡിവിഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചേർപ്പ് സ്വദേശി അഭിജിത്തിനാണ് പരിക്കേറ്റത്. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന ആരോപണം. അംഗങ്ങൾ സ്വമേധയാ രാജിവെച്ചതാണെന്ന് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്താൻ ഉപയോഗിച്ച രാസമാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യും. തീരുമാനം RDO വിളിച്ചു ചേർത്ത യോഗത്തിൽ. മാലിന്യം ഉടൻ നീക്കിയില്ലെങ്കിൽ കരാറുകാരുടെ വാഹനം കസ്റ്റഡിയിലെടുക്കും. കൊടുങ്ങല്ലൂർ നഗരത്തിലെ കരിശാംകുളം ശോചനീയാവസ്ഥയിൽ. കുളവാഴകൾ ചീഞ്ഞ് വെള്ളം മലിനമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.